ഹായ് ഓൾ, കോമ്പറ്റേറ്റീവ് എക്സാം ഗൈഡിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഓഗസ്റ്റിലെ കറണ്ട് അഫേഴ്സിലെ ചോദ്യങ്ങളാണ്. ഇതെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കണേ. ഇനി വരുന്ന PSC എക്സാമുകൾക്കൊക്കെ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. അതുകൊണ്ട് എല്ലാവരും നന്നായി പഠിക്കുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. കറണ്ട് അഫേഴ്സിലെ ചില ചോദ്യോത്തരങ്ങൾ നോക്കാം. ടെന്നീസ് ചരിത്രത്തിൽ ഗോൾഡൻ സ്ലാം നേടിയ ഏക താരം സ്റ്റെഫി ഗ്രാഫ്. കരിയർ ഗോൾഡൻ ഇസ്ലാം നേടിയ താരങ്ങൾ ആരൊക്കെയാണ്? സ്റ്റെഫി ഗ്രാഫ് 1988, ആന്ദ്രെ അഗാസി 1999, റാഫേൽ നദാൽ 2010, സെറീന വില്യംസ് 2012, നൊവാക് ജോക്കോവിച്ച് 2024. ഹിറോഷിമ ദിനം ഓഗസ്റ്റ് 6. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് സുധീന്ദ്രകുമാർ. 2024 ഓഗസ്റ്റിൽ അന്തരിച്ച പ്രശസ്തമായ സാമൂഹിക പ്രവർത്തക ശോഭന റാനഡെ. മികച്ച സംവിധായകനുള്ള സത്യജിത്ത് ഫിലിം സൊസൈറ്റിയുടെ ഫിലിം ഗോൾഡൻ ആർക്ക് പുരസ്കാരം നേടിയത് ഷമീർ ഭരതന്നൂർ. കേരളത്തിലെ ഭിന്നശേഷിക്കാർക്കുള്ള പുതിയ സംസ്ഥാന കമ്മീഷണർ ആരാണ്? ഡോക്ടർ PD ബാബുരാജ്, കോട്ടയം. കേരളത്തിൽ കാർഷിക സേവനങ്ങൾ ഏകോപിപ്പിക്കാൻ പുറത്തിറക്കിയ ആപ്പിന്റെ പേര് കതിർ. സാക്ഷരതാ മിഷന്റെ അതിഥി തൊഴിലാളികൾക്കായുള്ള പദ്ധതിയുടെ പേര് ചങ്ങാതി. പ്രഥമ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന് വേദിയാകുന്ന സ്ഥലം തോന്നയ്ക്കൽ. ലോകത്തിലെ ആദ്യമായി ഹൈഡ്രജൻ ട്രെയിൻ നിലവിൽ വരുന്നത് ഏത് രാജ്യത്താണ്? ജർമ്മനി. കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച വെബ് പോർട്ടലിന്റെ പേര് സുനീതി. 70 വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം കണ്ടെത്തിയ കേരളത്തിലെ ജില്ല പാലക്കാട്. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളും 12ാം ക്ലാസ് വരെ ആക്കി സെക്കൻഡറി ആക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഖാദർ കമ്മിറ്റി. ഒളിമ്പിക് ചരിത്രത്തിൽ ആദ്യമായി ഫൈനലിൽ എത്തിയ ശേഷം ശരീരഭാഗം അധികമെന്നതുകൊണ്ട് അയോഗ്യയാക്കപ്പെട്ട ഇന്ത്യൻ താരമാരാണ്? വിനീഷ് ഹോഗാട്ട്. 2024 ഓഗസ്റ്റിൽ അന്തരിച്ച ഇംഗ്ലണ്ടിന്റെ മുൻ ബാറ്റ്സ്മാനും ബാറ്റിംഗ് പരിശീലകനുമായ വ്യക്തി ഗ്രഹാം തോർപ്പ്. ഒളിമ്പിക്സിൽ പോൾ വാൾട്ടിൽ ലോക റെക്കോർഡോടെ സ്വർണം കരസ്ഥമാക്കിയ സ്വീഡൻ താരം അർമാൻഡ് ഡ്യൂച്ചൻഡീസ്. പുതുച്ചേരിയുടെ പുതിയ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായ മലയാളി കൈലാഷ് നാഥൻ. ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് 9. 2024 പാരീസ് ഒളിമ്പിക്സിലെ പുരുഷ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയുടെ നേട്ടം എന്താണ്? 2ാം സ്ഥാനം, വെള്ളി മെഡൽ. 2024 പാരീസ് ഒളിമ്പിക്സിലെ പുരുഷ ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയത് അർഷാദ് നദീം, പാകിസ്ഥാൻ. ബംഗ്ലാദേശിലെ പുതിയ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേശകനായി ചുമതലയേറ്റ വ്യക്തി മുഹമ്മദ് യൂനൂസ്. പാവങ്ങളുടെ ബാങ്കർ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് യൂനൂസ്. രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നേടിയ മലയാളി ശാസ്ത്രജ്ഞർ ആരൊക്കെ? അന്നപൂർണി സുബ്രഹ്മണ്യൻ, റോക്സി മാത്യു കോൾ. ഇന്ത്യയിലെ റിസർവ് ബാങ്ക് പുതുതായി പ്രഖ്യാപിച്ച റിപ്പോ നിരക്ക് എത്ര? 6.5%. കേരളത്തിലെ പുതിയ വിജിലൻസ് ഡയറക്ടർ ആരാണ്? യോഗേഷ് ഗുപ്ത. ബീപ്കോയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടർ അഷിത അട്ടലൂരി. 2024 ഓഗസ്റ്റ് 8 അന്തരിച്ച മുൻ ബംഗാൾ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യ. 2024 പാരീസ് ഒളിമ്പിക്സിൽ അക്രഡിറ്റേഷൻ കാർഡ് ദുരുപയോഗം ചെയ്തതിനെ തുടർന്ന് അയോഗ്യയാക്കപ്പെട്ട ഇന്ത്യൻ താരം ആൻജി പങ്കൾ, ഗുസ്തി താരമാണ്. 2024 ഓഗസ്റ്റിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായ രാജ്യം ജപ്പാൻ. 2024 പാരീസ് ഒളിമ്പിക്സോടുകൂടി വിരമിക്ക പ്രഖ്യാപിച്ച ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെ? വിനീഷ് ഹോഗാട്ട്, ഗുസ്തി താരാണ്. PR ശ്രീജേഷ്, ഹോക്കി താരമാണ്. 2018 ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ ഗുസ്തി താരം വിനേഷ് ഹോഗാട്ട്. 2024 പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ ടീം ഏതാണ്? ഇന്ത്യ. പാരീസ് ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ 57 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരം അമൻ ഷെറാവത്ത്, ഹരിയാന. പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ മാർച്ച് പാസിൽ ഇന്ത്യൻ ടീമിനെ ദേശീയ പതാകയേന്തി നയിക്കുന്നത് ആരൊക്കെ? PR ശ്രീജേഷ്, മനു ഭാക്കർ. ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീമിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് PR ശ്രീജേഷ്. പാരീസ് ഒളിമ്പിക്സ് സമാപന ചടങ്ങിൽ യൂറോപ്യൻ രാജ്യമായ ലിക്റ്റൻസ് സ്റ്റൈനിന്റെ പതാക പിടിക്കുന്ന മലയാളി വനിത ആരാണ്?
ആരാണ്? ഗായത്രി നാരായണൻ. പെൺകുട്ടികളുടെ വിവാഹപ്രായം 9 വയസ്സാക്കി കുറയ്ക്കാനുള്ള നിയമം കൊണ്ടുവരാൻ ഒരുങ്ങുന്ന രാജ്യം ഇറാഖ്. പ്രധാനമന്ത്രി ഏകതാ മാൾ പദ്ധതി കേരളത്തിൽ എവിടെയാണ് ആരംഭിക്കുന്നത്? തിരുവനന്തപുരം. 2024 പാരീസ് ഒളിമ്പിക്സിലെ പുരുഷ ഫുട്ബോൾ മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ രാജ്യം സ്പെയിൻ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ആദ്യമായി ഉൾപ്പെടുത്തിയ ബ്രേക്ക് ഡാൻസ് മത്സരത്തിൽ സ്വർണം നേടിയത് അമി യു അസ, ജപ്പാൻ. ലോക സിംഹ ദിനം ഓഗസ്റ്റ് 10. പാരീസ് ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ 57 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരം അമൻ ഷറാവത്ത്, ഹരിയാന. പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിലെ മാർച്ച് പാസിൽ ഇന്ത്യൻ ടീമിനെ ദേശീയ പതാകയേന്തി നയിക്കുന്നത് ആരൊക്കെ? PR ശ്രീജേഷ്, മനു ഭാക്കർ. ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീമിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് BR ശ്രീജേഷ്. പാരീസ് ഒളിമ്പിക്സ് സമാപന ചടങ്ങിൽ യൂറോപ്യൻ രാജ്യമായ ലിക്റ്റൻസ്റ്റൈന്റെ പതാക പിടിക്കുന്ന മലയാളി വനിത ഗായത്രി നാരായണൻ. പെൺകുട്ടികളുടെ വിവാഹപ്രായം 9 ആക്കി കുറയ്ക്കാനുള്ള നിയമം കൊണ്ടുവരാൻ ഒരുങ്ങുന്ന രാജ്യം ഇറാഖ്. പ്രധാനമന്ത്രി ഏകതാ മാൾ പദ്ധതി കേരളത്തിൽ എവിടെയാണ് ആരംഭിക്കുന്നത്? തിരുവനന്തപുരം. 2024 പാരീസ് ഒളിമ്പിക്സിലെ പുരുഷ ഫുട്ബോൾ മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ രാജ്യം സ്പെയിൻ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ആദ്യമായി ഉൾപ്പെടുത്തിയ ബ്രേക്ക് ഡാൻസ് മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയത് അമി യു അസ, ജപ്പാൻ. പാകിസ്ഥാന്റെ ആദ്യ വ്യക്തിഗത സ്വർണം ജേതാവ് നദീം അഷാദ്. വിദ്യാർത്ഥികൾക്ക് മാസം തോറും 1000 രൂപ പോക്കറ്റ് മണി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത്? തമിഴ്നാട്. സ്കൂളുകളിൽ ഗുഡ് മോർണിംഗ് പകരം ജയ് ഹിന്ദ് മതി എന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം ഹരിയാന. അടുത്തിടെ അന്തരിച്ച മുൻ വിദേശകാര്യമന്ത്രി ആരാണ്? നട്വർ സിംഗ്. ഇന്ത്യയുടെ നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറി ആരാണ്? TV സോമനാഥൻ. ടിമോർ ലെസ്റ്റെ സഞ്ചരിക്കുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു. അടുത്തിടെ അന്തരിച്ച യൂട്യൂബിന്റെ പ്രഥമ CEO, ദീർഘകാലം ഗൂഗിളിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസറും ആയിരുന്ന ആൾ ആരാണ്? സൂസൻ വച്ചസ്കി. അന്താരാഷ്ട്ര യുവജന ദിനം ഓഗസ്റ്റ് 12. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 71ാം സ്ഥാനം. വെള്ളി മെഡൽ. നീരജ് ചോപ്ര, ജാവലിൻ ത്രോ. 2024 പാരീസ് ഒളിമ്പിക്സിൽ നിലവിൽ ഒന്നാമത് എത്തിയ രാജ്യം ഏതാണ്? അമേരിക്ക. 2ാം സ്ഥാനം ചൈന. 3ാം സ്ഥാനം ജപ്പാൻ. 2028 ഒളിമ്പിക്സ് വേദി ലോസ് ആഞ്ചലസ്, അമേരിക്ക. പാരീസ് ഒളിമ്പിക്സ് അത്ലറ്റിക്സ് 4x100 മീറ്റർ വനിതാ റിലേയിൽ സ്വർണം നേടിയ ഏത് രാജ്യമാണ്? അമേരിക്ക. അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്ക് അടിയന്തര സഹായവും പിന്തുണയും ഉറപ്പാക്കുന്ന കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്ക് ഏത്? സ്നേഹിത. ഇന്ത്യയിൽ ഈ വർഷം ജനപ്രീതി നേടിയ 10 സിനിമകളുടെ ഇന്റർനെറ്റ് മൂവി ഡാറ്റാബേസ് പട്ടികയിൽ 1ാം സ്ഥാനത്ത് എത്തിയ ചിത്രം കൽക്കി, 2898 AD. സംസ്ഥാന ബിവറേജസ് കോർപ്പറേഷന്റെ തലപ്പത്തെത്തുന്ന ആദ്യ വനിത ഹർഷിത അത്തലൂരി. 2024 കായകൽപക പുരസ്കാരത്തിൽ ജില്ലാതല ആശുപത്രികളിൽ 1ാം സ്ഥാനം നേടിയത് ഏത് ആശുപത്രിയാണ്? പൊന്നാനി വനിതാ ശിശു ആശുപത്രി. വയനാട് ദുരന്തബാധിത മേഖലയിൽ യുവാക്കൾക്ക് സൗജന്യമായി നൈപുണ്യ പരിശീലനം നൽകാൻ രാജ്യാന്തര സ്കിൽ സെന്റർ സ്ഥാപിക്കുന്നത് ഏത് സ്ഥാപനമാണ്? ജെയിൻ യൂണിവേഴ്സിറ്റി. അന്തരീക്ഷ വായു വലിച്ചെടുത്ത് കുതിക്കുവാൻ ശേഷിയുള്ള സാംജെറ്റ് റോക്കറ്റ് എഞ്ചിൻ പരീക്ഷണത്തിന് ISRO ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? രോഹിണി 560. പഠനത്തിൽ മിടുക്കരായ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് വേണ്ടി സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്ത്? വിജയമൃതം. 2025 കൂടി HIV അണുബാധ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ക്യാമ്പയിന്റെ പേര് 1-0. 60% കൂടുതൽ ഭിന്നശേഷിയുള്ള അമ്മമാർക്ക് വേണ്ടി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് മാതൃജ്യോതി. C. അച്യുതമേനോന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? തിരുവനന്തപുരം. ലോക ഇടത്തൈക്കാരുടെ ദിനം ഓഗസ്റ്റ് 13. 2028 ഒളിമ്പിക്സ് വേദി ഏതാണ്? ലോസ് ആഞ്ചലസ്, അമേരിക്ക. ഇത് USA-യിൽ നടക്കുന്ന 9ാമത്തെ ഒളിമ്പിക്സ് ആണ്. ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള പുരസ്കാരത്തിൽ മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത്? എറണാകുളം. മികച്ച ഗ്രാമപഞ്ചായത്ത് മണിഡ്, എറണാകുളം.
മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പേരാമ്പ്ര കോഴിക്കോട്. മികച്ച മുനിസിപ്പാലിറ്റി പൊന്നാനി മലപ്പുറം. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ കറൻസി നോട്ട് പുറത്തിറക്കിയതിന്റെ എത്രാം വാർഷികമാണ് 2024 ആചരിച്ചത്? 75. ആദ്യ നോട്ട് പുറത്തിറക്കിയത് 1949 ഓഗസ്റ്റ് 12. കറൻസി നോട്ടിൽ ഒപ്പുവെച്ച ധനകാര്യ സെക്രട്ടറി ആയിരുന്ന മലയാളി KRK മേനോൻ. ആരാണ് KRK മേനോൻ? 2024 ഓഗസ്റ്റിൽ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ISROയുടെ പുതിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? EOS 08. 2024 ഓഗസ്റ്റ് കണ്ടെത്തിയ പുതിയ ഇനം സുഗന്ധവ്യഞ്ജനങ്ങൾ ജാതിക്കുള്ള പേര് എന്ത്? IISR കേരളശ്രീ. ചൊവ്വ ഗ്രഹത്തിൽ സമുദ്രങ്ങൾ രൂപപ്പെടുവാൻ കാരണമായി ഭൂഗർഭ ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് ആരാണ്? നാസയാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ഗുസ്തിയിൽ വെങ്കല മെഡൽ നേടിയ അമൻ സൊഹ്റാവത്ത് ഏത് സംസ്ഥാനക്കാരനാണ്? ഹരിയാന. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്ന ബ്ലൂ കാർബൺ കൊണ്ട് സമുദ്രമാണെന്ന കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശം കുട്ടനാട്. വളർത്തുമൃഗങ്ങൾക്കുള്ള അടിയന്തര ചികിത്സാ സൗകര്യങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കുന്നതിനുള്ള പദ്ധതി ഏതാണ്? മൊബൈൽ വെറ്റിനറി യൂണിറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈൻ മൃഗശാല ഏതാണ്? പൂത്തൂർ സുവോളജിക്കൽ പാർക്ക് തൃശൂർ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം ഓഗസ്റ്റ് 15. ഇന്ത്യയുടെ പുതിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹത്തിന്റെ പേര് EOS 08. ഉപഗ്രഹത്തെ വഹിച്ചത് SLV-D3 റോക്കറ്റാണ്. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് വിക്ഷേപിച്ചത്. ഉപഗ്രഹത്തിന്റെ ദൗത്യ കാലാവധി 1 വർഷം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുതിയ ഡയറക്ടർ ആരാണ്? രാഹുൽ നവീൻ. ഏത് താരത്തിനോടുള്ള ആദരസൂചകമായാണ് 16ാം നമ്പർ ജേഴ്സി പിൻവലിച്ചത്? PR ശ്രീജേഷ്. 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച ഗായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിദ്യാധരൻ മാസ്റ്റർ. 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച പിന്നണി ഗായികയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആൻ ആമി. 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് മാത്യൂസ് പുളിക്കൽ. 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ പ്രത്യേക പരാമർശം ലഭിച്ചവർ ആരൊക്കെയാണ്? KR ഗോകുൽ, സുധി കോഴിക്കോട് കാതൽ ചിത്രത്തിന്. 54ാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടിമാരായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരൊക്കെയാണ്? ഉർവശി, ബീന R ചന്ദ്രൻ. ഉർവശിക്ക് ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിനും ബീന R ചന്ദ്രന് തടവ് എന്ന ചിത്രത്തിനുമാണ് പുരസ്കാരം കിട്ടിയത്. 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച സ്വഭാവ നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിജയരാഘവൻ. 54ാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ മികച്ച സ്വഭാവ നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗ്രീഷ്മ ചന്ദ്രൻ. 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നവാഗത സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫാസിൽ റസാഖ് ചിത്രം തടവ്. 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച സംഗീത സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജസ്റ്റിൻ വർഗീസ്. 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കാതൽ. സംവിധാനം ജയൻ ചെറിയാൻ. നിർമ്മാതാവ് വിജയ് ബാബു. പ്രധാന വേഷങ്ങൾ മമ്മൂട്ടി, ജ്യോതിക. 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബ്ലസ്സി. ചിത്രം ആടുജീവിതം. നജീബ് മുഹമ്മദ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിനാണ് പുരസ്കാരം. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച വിനോദപരമായ സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് കാന്താര. സംവിധാനം ഋഷഭ് ഷെട്ടി. 2022 പുറത്തിറക്കിയ കന്നഡ ചിത്രമാണ് കാന്താര. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച ആദ്യ സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് പ്രമോദ് കുമാർ. ചിത്രം ഫൗജി. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൗദി വിളക്ക. സംവിധാനം ബെൽസൺ. നിർമ്മാതാവ് അശോക് കുമാർ. 2022 പുറത്തിറങ്ങിയ ചിത്രമാണ്. സൗദി അറേബ്യയിലെ മലയാളി പ്രവാസികളുടെ ജീവിതം ആധാരമാക്കിയുള്ള ചിത്രമാണ് സൗദി വിളക്ക. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ ചിത്രം പൊന്നിയിൻ സെൽവൻ. സംവിധാനം മണിരത്നം. കൽക്കി കൃഷ്ണമൂർത്തിയുടെ നോവലിനെ അടിസ്ഥാനമാക്കിയുള്ള ചിത്രമാണ്. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൂരജ് ബാർജാത്യ. ചിത്രം ഊഞ്ചായ്.
70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആട്ടം മലയാള ചിത്രമാണ്. സംവിധാനം രഞ്ജിത്ത് ശങ്കർ, നിർമ്മാതാക്കൾ സനൽ കുമാർ, ശശിധരൻ, രഞ്ജിത്ത് ശങ്കർ. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഋഷഭ് ഷെട്ടി. ചിത്രം കാന്താര. കാന്താര ചിത്രത്തിന്റെ സംവിധായകൻ ഋഷഭ് ഷെട്ടി. 2022 കന്നഡ ചിത്രമാണ് കാന്താര. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടിമാരായി തിരഞ്ഞെടുക്കപ്പെട്ടത് നിത്യ മേനോൻ, മാനസി പരേഖ്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ക്ഷേത്ര ചുമർചിത്രം ഒരുങ്ങുന്നത് എവിടെയാണ്? കതിരൂർ സൂര്യനാരായണ ക്ഷേത്രത്തിൽ. 2023 കീർത്തി ചക്ര അവാർഡ് ലഭിച്ചത് ആരെല്ലാം? കേണൽ മൻപ്രീത് സിംഗ്, രവികുമാർ ഹുമയൂൺ, മുസമ്മിൽ ഭട്ട്, കേണൽ മല്ല രാമഗോപാൽ നായിഡു. ശൗര്യ ചക്ര അവാർഡ് ലഭിച്ച മലയാളി ആരാണ്? മേജർ CVS നിഖിൽ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റ് കോടതി നിലവിൽ വരുന്നത് എവിടെ? കൊല്ലം. ഇന്ത്യയിലെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയ ആദ്യ ജില്ല കൊല്ലം. 2024 യുവേഫ സൂപ്പർ കപ്പ് വിജയി ആരാണ്? റയൽ മാഡ്രിഡ്. മഹാരാഷ്ട്രയിലെ ഇത്യാദി റെയിൽവേ സ്റ്റേഷൻ ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തിരിക്കുന്നത്? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയിലെ ആദ്യ ജൈവ ഗ്രാമം ഏതാണ്? ത്രിപുരയിലെ ദസ്പാര വില്ലേജ്. ഇന്ത്യയിൽ എത്തിയ വ്യോമസേനയുടെ ആദ്യ എയർബസ് C-295 വിമാനം ഏത്? C-295. ഇന്ത്യയിലെ ആദ്യ ലിഥിയം ഖനി എവിടെയാണ് നിലവിൽ വരുന്നത്? ഛത്തീസ്ഗഡിലെ കോർബ ജില്ല. കേന്ദ്ര പ്രതിരോധ സെക്രട്ടറിയായി നിയമിതയായത് ആരാണ്? രാജേഷ് കുമാർ സിംഗ്. US ജനപ്രതിനിധി സഭയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ സ്പീക്കർ നാൻസി പെലോസി. 2024 ഓഗസ്റ്റിൽ കേരള സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിതനായത് ആരാണ്? ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാർ. ജനരോഷം കൂടിയതിനെ തുടർന്ന് അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഫൂമിയോ കിഷിഡ. ലോക ഫോട്ടോഗ്രാഫി ദിനം ഓഗസ്റ്റ് 19. അടുത്തിടെ അന്തരിച്ച തീര സംരക്ഷണ സേന ഡയറക്ടർ ജനറൽ ആരാണ്? രാകേഷ് പാല്. ICRT ഇന്ത്യ ചാപ്റ്ററിൽ 2024 ഉത്തരവാദിത്ത ടൂറിസം അവാർഡിൽ ഏത് പദ്ധതിക്കാണ് ഗോൾഡ് അവാർഡ് ലഭിച്ചത്? ബേപ്പൂർ സമഗ്ര ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി. അടുത്തിടെ അന്തരിച്ച കേരള ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് VP മോഹൻകുമാർ. ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ 2024 മികച്ച നടിക്കുള്ള പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? പാർവതി. ഇന്ത്യയിൽ പുതുതായി റംസർ പദവി ലഭിച്ച തമിഴ്നാട്ടിലെ പക്ഷി സങ്കേതങ്ങൾ നഞ്ചലാൻ പക്ഷി സങ്കേതവും കഴുവേലി പക്ഷി സങ്കേതവും. ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ക്ലാസ് എല്ലാവരും എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കണേ, എന്നാലേ ഇത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കൂ. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കാനും ഇതിനെ ബേസ് ചെയ്ത് മോക്ക് ടെസ്റ്റ് ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ വീണ്ടും നിങ്ങൾക്ക് ഇതുപോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാം ക്ലാസ്സസ് കിട്ടാൻ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.